ഹായ് ഹലോ ഗായ്സ്, ക്രേസി മലയാളീസ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളതാണ് ഒരു കാര്യമാണ് നമ്മൾ ഈ പാത്രമൊക്കെ തേച്ച് കഴുകുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം തേച്ചാലും പോകാത്ത കരിപിടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ട്. ചിലതൊക്കെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് പോകും, മറന്നുപോയിട്ട് തീ കത്തി അങ്ങനെ കരിഞ്ഞു പോയ പാത്രങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ എത്ര ക്ലീൻ ചെയ്യാൻ നോക്കിയാലും നടക്കുന്ന കാര്യമല്ല. അപ്പം വളരെ ഈസി ആയിട്ട് അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു കരി പിടിച്ച പാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് നോക്കിയാൽ തന്നെ അറിയാം, ഒരുപാട് തവണ ഇത് ക്ലീൻ ചെയ്യാൻ ഉരച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. മൂർച്ചേറിയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഉരച്ച് ക്ലീൻ ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട്, എന്നിട്ട് നടന്നിട്ടില്ല. ശരിക്കും ഇതെൻ്റെ അമ്മൂമ്മയുടെ പാത്രമാണ്. അമ്മൂമ്മ ഇങ്ങനെ അടുപ്പിൽ വെച്ച് കരിച്ച് വെച്ചിട്ടുള്ളൊരു പാത്രമാണ്. അപ്പം പുള്ളിക്കാരിക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എൻ്റെ കയ്യിലാണ് തരാറുള്ളത്. അപ്പോൾ അതുപോലെ എനിക്ക് തന്നതാണിത്. അപ്പോൾ ഇതുപോലെ അഴുക്ക് പിടിച്ചിരിക്കുന്ന വളയങ്ങളായാലും കരി പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തുരുമ്പ് പിടിച്ചിട്ടുള്ള പാത്രങ്ങളോ ഏത് മെറ്റൽ പാത്രങ്ങളായാലും നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളിൽ ആദ്യം വേണ്ടത് നമുക്കൊരു നാരങ്ങയാണ്. അപ്പോൾ ഒരു നാരങ്ങ മുഴുവനും വേണ്ട, എന്നാലും നമുക്കൊരു ചെറുനാരങ്ങയോ സാധാരണ നാരങ്ങയോ ഏതായാലും മതി. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു ബേക്കിംഗ് സോഡയാണ്. മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ബേക്കിംഗ് സോഡ. അതുപോലെ തന്നെ വിനീഗർ. പിന്നെ നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡാണ്. ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ഇല്ലെങ്കിൽ നമുക്ക് വിമ്മോ നമ്മുടെ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡിറ്റർജൻറ്റിൻ്റെ പൊടി മതിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഡിഷ് വാഷറാണ്. അപ്പോൾ ഡിഷ് വാഷ് ലിക്വിഡാണ്. അപ്പോൾ ഈ ഡിഷ് വാഷ് ലിക്വിഡ് നമ്മളിങ്ങനെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഡ്രോപ്പായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആവശ്യമുള്ളിടത്തൊക്കെ ഇങ്ങനെ നല്ലപോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 സ്പൂണോളം മതിയായിരിക്കും. പാത്രം ഒഴിക്കുക. ഇനി നമ്മൾ കുറച്ച് നാരങ്ങയുടെ നീരാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഒരു പകുതി നാരങ്ങ എടുക്കുക, അതിൻ്റെ ജ്യൂസ് ഇങ്ങനെ അവിടെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പറ്റുമെങ്കിൽ നമുക്കത് വെച്ച് തന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും നാരങ്ങ എത്തണം എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ജ്യൂസ്. പിന്നെ നമുക്ക് അല്പം ബേക്കിംഗ് സോഡ, അതിപ്പോൾ ഏകദേശം ഒരു 2-3 സ്പൂണോളം വരും. നമുക്ക് എല്ലായിടത്തും ഒന്ന് വിതറി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഈ പാക്കറ്റിലുള്ളതാണെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാൻ ഈസിയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒഴിക്കേണ്ടത് വിനീഗറാണ്. ഏകദേശം ഒരു 6-7 സ്പൂണോളം വിനീഗർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒരുപാടൊന്നും ഒഴിക്കണ്ട, നമ്മൾ ഒരു അളവിനനുസരിച്ച് ഏകദേശം ഒരു അളവിന് ഒഴിച്ചാൽ മതി. വളരെ കുറച്ച് അളവിന് ഒഴിക്കുക. അപ്പോൾ ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ നല്ലപോലെ പതങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പദം മാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിലേക്ക് നല്ലപോലെ തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ പാത്രം മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല ചൂടായിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴേക്ക് ഈ പദം ഇങ്ങനെ നല്ലപോലെ പതങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ പദം വീണ്ടും താഴേക്ക് പോകും. അപ്പോൾ നമ്മൾ വീണ്ടും തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ പാത്രത്തിൻ്റെ കരി ഉള്ള ഭാഗം അത്രയും ഈ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മൾ നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം അതിലെ കരി ഇളകി വരുന്നുണ്ടെന്ന് ഇപ്പം മനസ്സിലാക്കാം. അപ്പോൾ ആ കരി മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ചു വയ്ക്കുക. ഇനി നമ്മളിത് ഏകദേശം ഒരു 2-3 മണിക്കൂർ, അല്ലെങ്കിൽ തലേ ദിവസം വൈകുന്നേരമാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ദിവസം രാവിലെ എടുക്കുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ മുക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ ഇതിപ്പോൾ 2 മണിക്കൂർ മുമ്പ് മുക്കി വെച്ചതാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇത് തിരിച്ച് ഞാൻ 2 മണിക്കൂറിന് ശേഷം വന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കയ്യിലെ ഈ നഖം വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ചുരണ്ടി നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇല്ല കരിയെല്ലാം ഇളകി വരുന്ന നല്ലപോലെ കാണാൻ പറ്റും. നേരത്തെ സ്ക്രബ്ബറും അതുപോലത്തെ നല്ല നല്ല മൂർച്ചയുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ഉരച്ച് കഴുകാൻ നോക്കിയിട്ട് പോലും ഉരച്ച് കഴുകാൻ പോലും പറ്റാത്ത സംഭവമാണ് ഇപ്പം ജസ്റ്റ് കൈയുടെ വിരൽ വെച്ച് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ലിക്വിഡിൻ്റെ പതയെല്ലാം മാറിയിട്ടുള്ളത് കാണാൻ പറ്റും. ഈ വെള്ളം നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ കരിയും കുറേയൊക്കെ ഇളകിപ്പോയിട്ടുള്ളത് നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്കിത് കഴുകി വൃത്തിയാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു സ്ക്രബ്ബറോ എന്തെങ്കിലും എടുത്ത് ജസ്റ്റ് ഒന്ന് ഉരച്ച് കഴുകിയാൽ മാത്രം മതിയായിരിക്കും. വേറെ ഒന്നും ഒരു ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതെൻ്റെ അമ്മൂമ്മയുടെ പാത്രമാണ്. അപ്പോൾ അമ്മൂമ്മ അടുപ്പിൽ മറന്നു വെച്ചിട്ട് പോയിട്ട് അങ്ങനെ തീ പിടിച്ച് കരിഞ്ഞു പോയ പാത്രമാണ്.
ഇത് എത്രയോ തവണ ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു പാത്രം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ സന്ദർഭങ്ങളിൽ ഇതൊക്കെ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ എത്ര നേരം നിന്ന് ഉരച്ച് കഴുകാൻ നോക്കിയാലും ചിലപ്പോൾ കഴുകി പറ്റാത്ത അത്ര അഴുക്കായിരിക്കും, അല്ലെങ്കിൽ കരിയായിരിക്കും. പക്ഷേ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതുപോലെ ഉരച്ച് കഴുകിയെടുക്കാൻ പറ്റും. ആദ്യമേ 2 മണിക്കൂർ ഇതിങ്ങനെ ഈ ഒരു സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് തേച്ച് കഴുകിയെടുക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോൾ ഇതുപോലെ മുക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ കണ്ടോ, ഈ വളയത്തിലുള്ള അഴുക്കുകളൊക്കെ എത്രയോ വർഷത്തെ അഴുക്കുണ്ട്, തുരുമ്പൊക്കെ പിടിച്ചിരുന്ന ഭാഗങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഫൈനൽ ലുക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം ഈ പാത്രം എത്രത്തോളം ക്ലീനായി വൃത്തിയായി കിട്ടിയിട്ടുണ്ടെന്ന്. വളരെ ഷൈനിങ് ആയിട്ട് പുതിയ പാത്രം പോലെ തന്നെ ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൽ ഒരു അഴുക്കും ബാക്കിയില്ലാതെ ഇത് ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്കും ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കരി പിടിച്ച പാത്രങ്ങളോ അല്ലെങ്കിൽ അഴുക്ക് പിടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലല്ലോ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.